പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ കർത്താവിൽ ഏറ്റവും അധികം സഹോദര തുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും കണ്ടുമുട്ടിയ നാളു മുതൽ കർത്താവിന്റെ സുവിശേഷ വേലയിൽ ഒരേ കാഴ്ചപ്പാടോടെയും അനുഗ്രഹത്തോടെയും ഒക്കെ ഒരുമിച്ച് ദൈവവേലയിൽ മുമ്പോട്ട് പോകുവാനും ഇടവന്ന കർത്താവിന്റെ അഭിഷക്തൻ കെ രഞ്ജിത്ത് തന്റെ സുവിശേഷ വേലയുടെ 28ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷക്തനെ ദൈവം ഉപയോഗിച്ചു വരുന്ന എല്ലാ വിധങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ കർത്താവിന്റെ അഭിഷക്തന് ഒരു ആശംസ അറിയിക്കുന്നതിൽ ഒത്തിരി ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയ ആ നാളു മുതൽ ഒരു സഹോദര തുല്യം ആഴമായി സ്നേഹിക്കുകയും എൻ്റെ സുവിശേഷ ശുശ്രൂഷയുടെ യാത്രയിൽ ദീർഘമായി ഞാൻ കണ്ടുമുട്ടിയ ഒത്തിരി ആത്മബന്ധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വളരെ കുറച്ച് ബന്ധങ്ങളിൽ ഒരു ബന്ധമാണ് കർത്താവിന്റെ അഭിഷക്തൻ പാസ്റ്റർ കെ രഞ്ജിത്ത്. ഇതൊരു നല്ല തികഞ്ഞ ആത്മീയ പക്വതയിലും പ്രവാചക ശുശ്രൂഷയിൽ അസാധാരണമായി ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുകയും ഈ ദൈവമനുഷ്യൻ കർത്താവിന്റെ സാന്നിധ്യത്തെ വഹിച്ചു നടക്കുന്ന ഒരു ദൈവഭക്തനാണ്. ഞാൻ ഇദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയ ശുശ്രൂഷകളിൽ ഒന്നാണ്, ഒരു കാലഘട്ടത്തെ ചലിപ്പിച്ച ദൈവപുരുഷനാണ് പാസ്റ്റർ ചാൾസ് ഫിന്നി. ആ ദൈവമനുഷ്യൻ പോയ സ്ഥലത്തെല്ലാം ദൈവസാന്നിധ്യം അസാധാരണമായി ചലിക്കുമായിരുന്നു. അതുപോലെ ഈ ദൈവമനുഷ്യൻ കാലുകുത്തുന്ന മേഖലകളിലെല്ലാം ഭയങ്കര സാന്നിധ്യം ചലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസാന്നിധ്യത്തെ വഹിച്ച് നടക്കുന്ന യഹോവയുടെ പെട്ടകമാണ് കർത്താവിന്റെ അഭിഷക്തൻ. കർത്തൃവേലയിൽ അതിശക്തമായി ദൈവരാജ്യത്തിനു വേണ്ടി രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുകയും വിശ്രമമില്ലാതെ ഓടുകയും ചെയ്യുന്ന ഈ കർത്താവിന്റെ അഭിഷക്തൻ രാജ്യങ്ങൾക്ക് ഒരനുഗ്രഹമാണ്. അടുത്തൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീത കർത്താവിന്റെ അഭിഷക്തൻ പ്രവാചക ശുശ്രൂഷയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ജനറേഷനെ ദൈവത്തിനു വേണ്ടി വാർത്തെടുക്കുവാൻ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിന്റെ അഭിഷക്തൻ പാസ്റ്റർ കെ രഞ്ജിത്ത് ഒരു യഹോവയുടെ പെട്ടകമാണ്. യഹോവയുടെ പെട്ടകം കിത്യനായ ഓബേദേദോമിൻ വീട്ടിൽ പോയപ്പം ഓബേദേദോമിനെയും അദ്ദേഹത്തിന്റെ വീടിനെയും ദൈവം അനുഗ്രഹിച്ചു. പെട്ടകം ദാവീദിന്റെ പട്ടണത്തിൽ വന്നപ്പം ഭയങ്കര ആരാധന വെളിപ്പെട്ടു. യഹോവയുടെ പെട്ടകം ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചപ്പം ക്ഷേത്രത്തിന്റെ വിഗ്രഹങ്ങൾ തകർന്നുപോയെന്നാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ കാലുകുത്തിയപ്പം യോർദാൻ വഴിവിട്ടു എന്നാണ്. ഈ കർത്താവിന്റെ അഭിഷക്തൻ യഹോവയുടെ പെട്ടകമാണ്. ഈ തലമുറയിൽ അദ്ദേഹം കാലുകുത്തുന്ന മേഖലകളിൽ ദൈവസാന്നിധ്യം വഴി തുറക്കും. ആരാധന അന്തരീക്ഷത്തെ വെളിപ്പെടുത്തും. ശത്രുവിനെ നിലംപരിശാക്കും. അടയപ്പെട്ടതിനെ തുറന്നുവിടും. കാലുകുത്തുന്ന മേഖലകളിലെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകും. പാസ്റ്റർ കെ രഞ്ജിത്ത് അങ്ങയുടെ ശുശ്രൂഷയുടെ 27 വർഷങ്ങൾ അനുഗ്രഹത്തോടെ ദൈവം നടത്തി. ഒരു 28ാമത്തെ വർഷത്തിലേക്ക് കാലുകുത്താൻ സഹായിച്ച ദൈവത്തെ ഇതുവരെ കാത്തു സൂക്ഷിച്ച് സാന്നിധ്യത്തിലും ശുശ്രൂഷയിലും കൃപാവരത്തിലും ഇനിയും അതീവ ശക്തിയോടെ ഉപയോഗിക്കപ്പെടേണ്ടതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് ഹൃദയം തുറന്ന് എൻ്റെ കുടുംബം ജീസസ് ഫർ അപ്പോസ്റ്റലിക് മിഷൻ, ഞങ്ങളുടെ ചർച്ച്, ഞങ്ങളുടെ ടീം അംഗങ്ങൾ, എൻ്റെ സഹശുശ്രൂഷന്മാർ എല്ലാവരുടെ പേരിലുള്ള പ്രത്യേക ആശംസയെ ഞാൻ അറിയിക്കുന്നു. പിന്നെയും അതിശക്തിയോടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടവരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.